അധ്യാത്മചേതസ്. അധ്യാത്മചേതസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സാക്ഷിഭാവം എന്നർത്ഥം. അതിനാണ് ഇവിടെ പ്രാമുഖ്യം. അധ്യാത്മചേതസ്. അല്ലെങ്കിലോ എന്തു വേണമെങ്കിൽ എനിക്ക് ചെയ്യാം, ഒക്കെ പ്രകൃതി നടക്കണു എന്നുള്ള വെറുതെ അഹങ്കാര തലത്തിൽ നിന്ന് പറയാനല്ല. സാക്ഷിഭാവത്തിനെ അംഗീകരിച്ച് ഒരു കർമ്മത്തിനും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ കൂട്ടു നിൽക്കാതിരിക്കുക. ആ കർമ്മം ചെയ്യണം എന്നുള്ള ഭാവമില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ള പിടിച്ചുവലിയുമില്ല. രാഗദ്വേഷമില്ലാതെ ശരണാഗതി ഭാവത്തോടുകൂടെ ഭഗവാനെ നമ്മളുടെ ഉള്ളിലേക്ക് ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ, ആവാഹനം ചെയ്യുകയാണെങ്കിൽ, ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാവത്തിനെ വളർത്തുകയാണെങ്കിൽ നമ്മളുടെ കർമ്മമൊക്കെ ശുദ്ധമാവുകയും ചെയ്യും, ദുഷിപ്പിക്കുകയുമില്ല. നിരാശീഹി നിർമ്മമോ ഭൂത്വ. പ്രത്യേകിച്ച് ഈ കർമ്മം ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള യാതൊരു മുൻവിധിയും കൂടാതെ, ഞാൻ ചെയ്യണു എനിക്ക് കിട്ടണം എന്നുള്ള മമതയും കൂടാതെ, യുദ്ധസ്വ വിഗത ജ്വര. ഈ അജ്ഞാനമാവുന്ന ജ്വരം, ജ്വരം എന്ന് വെച്ചാൽ വ്യാധി, ഈ അജ്ഞാനമാവുന്ന ജ്വരത്തിനെ വിട്ടിട്ട് യുദ്ധസ്വ, യുദ്ധം ചെയ്യൂന്ന്. യുദ്ധം ചെയ്യുന്ന വെച്ചാൽ അവനവന്റെ യുദ്ധം, അവനവന്റെ പ്രവൃത്തി. അടുക്കള പണിയെന്ന് വെച്ചാൽ അത് ചെയ്യാം, ഏത് ഓഫീസിൽ നിന്ന് അത് ചെയ്യാം, എന്ത് ജോലി എന്ന് വെച്ചാൽ ചെയ്തോളൂ. അതൊക്കെ നിങ്ങളിലൂടെ നടക്കുന്നിടത്തോളം നടക്കട്ടെ, അതിലൊന്നും പോയി കൈവെക്കണ്ട. ഞാൻ ചെയ്യണു എന്നുള്ളത് വിട്ടുകളയാ. ആശ, ആറ്റിറ്റ്യൂഡ്, അത് കംപ്ലീറ്റ് ആവണം, എനിക്ക് എന്തെങ്കിലും കിട്ടണം, ഇതൊക്കെ എടുത്തു കളഞ്ഞാൽ ചിലപ്പോ അധികം കർമ്മവും തനിയെ നിന്നുപോകും. അധിക കർമ്മത്തിനുള്ള പെട്രോൾ ഈ ആഗ്രഹമാണ്. ആശ അവിടുന്ന് എടുത്തു കളഞ്ഞാൽ തന്നെ പല കർമ്മങ്ങളും നിന്നു പോകും. നെഗറ്റീവായിട്ടുള്ള ആക്ഷൻസ് അധികവും നിന്നു പോകും. യുദ്ധസ്വ വിഗത ജ്വര. ജ്വരം വിട്ടിട്ട് ഹേ അർജുന യുദ്ധം ചെയ്യൂ എന്ന്. തന്റെ ധർമ്മമായിട്ടുള്ള യുദ്ധം, ഈ ധർമ്മയുദ്ധത്തിനെ ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റിയിട്ടേ ഇരിക്കുള്ളൂ, അതുപോലെയേ പ്രവർത്തിക്കുള്ളൂ. പോസിറ്റീവായിട്ട് ചിലർ പറയും, എനിക്ക് അങ്ങനെയൊന്നും വിട്ട് ഞാൻ കർത്താവല്ല എന്നൊന്നും പറഞ്ഞാലൊന്നും ശരിയാവില്ല, എന്റെ ശരീരത്തിൽ ചിലതൊക്കെ എനിക്ക് മാറ്റണം, മനസ്സിൽ ചിലതൊക്കെ എനിക്ക് മാറ്റണം, പല രീതിയിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തോളാം. ഞാൻ ഇങ്ങനെ കർത്തൃത്വമൊന്നും എടുക്കാനൊന്നും ശരിയാവില്ല, ഞാൻ കർത്തൃത്വത്തോടുകൂടിയേ ഇരിക്കുള്ളൂ എന്ന് വെച്ചാൽ ചെയ്തോളാം. പക്ഷേ ഭഗവാൻ പറയണത്, ഞാൻ പരമാർത്ഥ സത്യത്തിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പരമാർത്ഥ സത്യത്തിനെ പലരും അസൂയ കൊണ്ട് സ്വീകരിക്കില്ല. അസൂയ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾക്ക് ചിലതൊക്കെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നത് എനിക്ക് ഉള്ളിൽ എടുക്കാൻ പറ്റില്ല എന്ന് അടച്ചു കളയണത്. സ്വയമേവ സത്യത്തിന്റെ വാതിൽ അടച്ചു കളയണതിന് പേരാണ് അസൂയ. ആ അസൂയ കൊണ്ട് ആര് സ്വീകരിക്കില്ലയോ അവരുടെ ഗതി എന്താവും? അതാണ് അടുത്ത ശ്ലോകം. ഏമേ മതമിതം നിത്യം. അടുത്ത ശ്ലോകം ഇത് അനുഷ്ഠാനം ചെയ്യുന്നവരുടെ കാര്യം, അതിനടുത്ത ശ്ലോകം അസൂയ കൊണ്ട് ചെയ്യില്ല എന്ന് പറയണവരുടെ കാര്യം. ഇത് രണ്ടും ഭഗവാൻ അടുത്ത രണ്ട് ശ്ലോകത്തിലും പറയാണ്. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോ നസൂയന്തോ മുച്യന്തേ തേബി കർമ്മഭിഹി. ഏത് കർമ്മത്തിലിരിക്കുന്നവരാണെങ്കിലും വേണ്ടില്ല, പ്രത്യേകിച്ച് സാധനയൊന്നും വേണ്ട. ഞാൻ കർത്ത, ഞാൻ ഭോക്ത എന്നുള്ളത് എടുത്തു കളഞ്ഞാൽ മതി. പ്രകൃതിയുടെ സ്വത്തായ ശരീരത്തിനെ മനസ്സിനെ ഒക്കെ പ്രകൃതിക്ക് കൊടുക്കുക. ഈശ്വരന്റെ സ്വത്തായ ഞാൻ എന്നുള്ള അനുഭവത്തിനെ ഈശ്വരന്റെ സമ്പത്താണെന്ന് അറിയുക. അതാണ് render unto Caesar what is Caesar's and render unto God what is God's എന്ന് പറയും. അങ്ങനെ ചൊല്ലുണ്ട്. അതേപോലെ ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ പ്രകൃതിയുടെയാണ്. അത് എത്ര തന്നെ നമ്മൾ എന്റെ ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവില്ല. അതിനെ പ്രകൃതിക്ക് കൊടുത്തിട്ട് ഭഗവാന്റെ വിഭൂതിയായ ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവം മാത്രം ഈശ്വര സത്ത. ഈ വിവേകം, ഈ വിവേകപ്രധാനമാണ് ഈ സാഖ്യത്തിൽ. ഇവിടെ സാഖ്യബുദ്ധിയാണത്. വിവേകപ്രധാനമാണ് സാഖ്യബുദ്ധിയിൽ. ഇവിടെ സാധനാപ്രധാനമല്ല, വിവേകപ്രധാനം. ശ്രദ്ധയുണ്ടെങ്കിൽ ഇത് കാണാം. നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഒരേ ഒരു വസ്തു മാത്രമേ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സിദ്ധമായിട്ടുള്ളൂ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം. പിന്നെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ പ്രകൃതിയിൽ എന്തൊക്കെയോ നടക്കണു, അത് എന്തോ ചെയ്യാൻ വന്നിരിക്കണോ അതൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കും. അതിലൊന്നും പോയി ഇടപെടാതെ നമുക്ക് ഒരേ ഒരു സാധനയേ ഉള്ളൂ, നിരന്തരം അകമേക്ക് ചുമ്മാ ഇരിക്കുക. ചുമ്മാ ഇരിക്കുക എന്ന് വെച്ചാൽ സാക്ഷിയായിട്ടിരിക്കുക, മറക്കാതിരിക്കുക. എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ദൃഷ്ടിയെ ഈ വസ്തുവില്, രാവിലെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയണ പോലെ
ശ്രദ്ധയെ ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവിൽ കേവലാനുഭവത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നാൽ, ശരണാഗതി ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഇതൊക്കെ തന്നെ ഈ അനുഭവത്തിലേക്ക് വരാനുള്ള വഴിയാണ്. ശരീരം എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് ഈ ശരീരം ഭഗവാന്റെ ഇൻസ്ട്രുമെന്റ് ആണ്. രാമകൃഷ്ണ പരമഹംസർ ഒരു മന്ത്രം പോലെ പറയും, ഞാൻ യന്ത്രം, അമ്മ യന്ത്രി. അമ്മ പ്രവർത്തിപ്പിക്കുന്ന പോലെ ഞാൻ പ്രവർത്തിക്കുന്നു, അമ്മ ചെയ്യിപ്പിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നു, അമ്മ ചിന്തിപ്പിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കുന്നു, അമ്മ ഉറങ്ങാൻ വെക്കുന്ന പോലെ ഞാൻ ഉറങ്ങുന്നു, അമ്മ ഉണർത്തുമ്പോ ഞാൻ ഉണരുന്നു, എല്ലാം അമ്മ ചെയ്യുന്നു. അമ്മ യന്ത്രി, നിയന്ത്രണം ചെയ്യുന്ന ആള്, ഞാൻ യന്ത്രം. ഇത് ഈ പ്രകൃതി പുരുഷ വിവേചനത്തിന്റെ ധ്യാന പ്രക്രിയയാണ്. ഇത് നമ്മൾ ഉറപ്പിച്ചാലും മതി, ഈ ഒരു ഭാവത്തിനെ ഉറപ്പിച്ചാലും മതി. ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭഗവാനെ, ഈ ശരീരം അങ്ങയുടെയാണ്, ഈ മനസ്സ് അങ്ങയുടെയാണ്, ഈ ശരീരത്തിലൂടെ അങ്ങാണോ പ്രവർത്തിക്കുന്നത്, ഈ മനസ്സിലൂടെ അങ്ങാണോ പ്രവർത്തിക്കുന്നത്, ഈ ബുദ്ധിയിലൂടെ അങ്ങാണോ പ്രവർത്തിക്കുന്നത്, ഇതിനകത്ത് അഹങ്കാരമായിട്ടിരിക്കുന്നതും അങ്ങാണ്. ഞാനേ ഇല്ല. നാഹം നാഹം ത്വം ത്വം, നാഹം നാഹം ത്വം ത്വം. ഇതൊരു മന്ത്രം പോലെ ഉള്ളിൽ വെച്ചാലും മതി. ഞാനില്ല. തൂ തൂ കർത്താ തൂ ഭയാ മുജുമേ രഹീനഹൂ. കബീർദാസ് ഒരു ദോഹയില് പറയണു, എല്ലാം തൂ തൂ കർത്ത, അവിടുന്നാണ് അവിടുന്നാണ് അവിടുന്നാണെന്ന് പറഞ്ഞ് എന്നിലിപ്പോ ഞാനില്ലാതായിരിക്കണമെന്നാണ്. മുജുമേ രഹീനഹൂ, ഇതിനകത്ത് ഒരു ഞാനില്ലാതായിരിക്കണു, ഇതിനകത്തും രാമൻ വന്നു നിറഞ്ഞിരിക്കണമെന്ന്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ രാമൻ നിറഞ്ഞിരിക്കണു, ഇതിനകത്ത് അഹങ്കാരത്തിന്റെ സ്ഥാനത്തും രാമൻ നിറഞ്ഞിരിക്കുന്നു. എല്ലാം രാമമയമായിരിക്കുന്നു, ഞാനേ ഇല്ല. ഈ ഒരു ഭാവത്തിനെ അനുസ്യൂതം വെച്ചുകൊണ്ടിരുന്നാലും മതി. നമ്മൾ മന്ത്രജപം, ജപം, എന്ത് സാധന ചെയ്താലും ആ സാധനയൊന്നും ഈ ഭാവമില്ലെങ്കിൽ സാധനയേ ആവില്ല. അതൊക്കെ വെറും കർമ്മമാണ്. നമ്മൾ എന്ത് അനുഷ്ഠാനം ചെയ്താലും ഒരു അനുഷ്ഠാനം കൊണ്ടും ഭഗവാനെ പിടിക്കാൻ സാധ്യമല്ല. ഈ ഭാവത്തിനെയാണ് ഭഗവാൻ നോക്കുക. ഭാവഗ്രാഹി ജനാർദ്ദന. എന്താ ഭാവം? ഞാൻ കർത്താവ് എന്നുള്ളതുണ്ടോ? ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. രാമനാമം ശ്രേഷ്ഠമാണ്, പക്ഷെ ചില ആളുകളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രാമനാമം ജപിച്ച ആളുകൾ കയ്യിൽ ജപമാലയും വെച്ചുകൊണ്ട് തന്നെ നടക്കും. അവർ പോണവരോടൊക്കെ പറയും, ഞാൻ ഇത്ര ലക്ഷം ജപിച്ചു എന്ന് പറയും. എന്നിട്ട് പറയും, അതിന്റെ അഭിമാനം നമുക്ക് പ്രബലമായിട്ട് കാണാമല്ലോ. എന്തുപറ്റി? ഈ ജപം കർമ്മമായിട്ട് മാറി. ഞാൻ കർത്താവാണ്, ഭോക്താവാണെന്ന് മാറി. അതിന് പല ഫലവും കിട്ടും. അവർക്ക് പല സമൃദ്ധിയായിട്ടും ഐശ്വര്യമായിട്ടും പലതുമൊക്കെ കിട്ടുകയും ചെയ്യും. എന്ത് സാധനയാണെങ്കിലും, ഏത് മാർഗമാണെങ്കിലും അതിന് പുറകിൽ ഈ ശരണാഗതി ഉണ്ടാവണം. മാം ആശ്രിത്യയതന്തിയേ. ഭഗവാൻ അതിനാണ് പ്രാമുഖ്യം, ആശ്രയത്തിനാണ് പ്രാമുഖ്യം. ഞാൻ കർത്താവല്ല. ജപിക്കുമ്പോ പോലും എന്നെ കൊണ്ട് ഭഗവാൻ ജപിപ്പിക്കുന്നു. ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, എന്റെ ഉള്ളിലിരുന്ന് ഭഗവാനാണ് ജപിക്കുന്നത്. അതിനാണ് നമ്മളുടെ ഭഗവാന്മാർ പോലും പലരും ജപമാലയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് സൂചിപ്പിക്കും എന്താ, നമ്മളുടെ ഹൃദയത്തിൽ ഞാനല്ല ജപിക്കുന്നത്, എന്റെ ഉള്ളിൽ നാരായണൻ ഇരുന്ന് ജപിക്കുന്നു. ഹൃദയത്തിൽ ഭഗവാനാണ് ജപം നടത്തുന്നത്. നമ്മൾ ജപം ചെയ്ത് കുറെ കഴിഞ്ഞ് ഈ ജ്ഞാനം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ ഭഗവാൻ ജപിക്കണമെന്ന് അറിഞ്ഞാൽ പിന്നെ ആ ജപം നിൽക്കുകയില്ല. ജപം അനുസ്യൂതം തുടങ്ങും. രാവും പകലും ജപം. ഭഗവാൻ ജപിക്കുന്ന ജപം എപ്പം നിൽക്കും? കബീർ ഒരു ദോഹയിൽ പറയുന്നുണ്ട്, ഞാൻ രാമനാമം ജപിച്ചു തുടങ്ങി, ഇപ്പോ രാമൻ കബീറിന്റെ നാമം ജപിച്ചുകൊണ്ട് പുറകെ നടക്കണമെന്നാണ്. അപ്പോ ഈ കർത്തൃത്വം എടുത്തു കളഞ്ഞാൽ നമുക്ക് നിരന്തര ശാന്തിയാണ്. അതാണ് പ്രഹ്ലാദനെ കുറിച്ച് ഭാഗവതത്തിൽ പറയണത്. പ്രഹ്ലാദൻ ഏത് അവസ്ഥയിലുണ്ടായിരുന്നു? എല്ലാരെ പോലെയും ഉണ്ടും ഉറങ്ങിയും നടന്നും ഒക്കെ ചെയ്യുന്നു. ആസീന സംവിശന്ന് തിഷ്ടന്ന് ശയാനഹ പ്രഭിവൻ ബ്രുവന് നാനുസന്ധത്ത ഏതാനി ഗോവിന്ദ പരിരംഭിത. എല്ലാരെ പോലെ ആസീനഹ സംവിശന്ന് തിഷ്ടന്ന് ഇരിക്കുന്നു, ഉണ്ണുന്നു, നടക്കുന്നു, ബ്രുവന് വർത്തമാനം പറയുന്നു. എല്ലാം ചെയ്യുമ്പോഴും അനുസന്ധത്ത ഏതാനി, ഞാൻ ഉണ്ണുന്നു, ഞാൻ വർത്തമാനം പറയുന്നു, ഞാൻ ഇരിക്കുന്നു, ഇതൊന്നുമില്ലാതെ ഗോവിന്ദ പരിരംഭിത എന്നാണ്. ഗോവിന്ദൻ അകമേക്ക് പരിരംഭണം ചെയ്തുകൊണ്ടിരുന്നു എന്ന് വെച്ചാലോ, ഗോവിന്ദന്റെ അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ എന്നുള്ള അഹങ്കാരത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഉണരണം, ഉറങ്ങണം, ഭുജിച്ചീടണം, അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരരൂപം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി
അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഞാൻ ഉണ്ണണം, ഞാൻ ഉറങ്ങണം, ഞാൻ പുണരണം, ഞാൻ വ്യവഹരിക്കണം എന്നിങ്ങനെ അനേക വികല്പം എന്നാണ് പറയണത്. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഞാനാണ് ചെയ്യണമെന്നുള്ള ഭാവനയാണ്. അതുള്ളതുകൊണ്ട് തന്നെ ആരുണരുവതുള്ളൊരു നിർവികാരരൂപം, നിർവികാരരൂപത്തിനെ ഉണരാൻ സാധിക്കണില്ല. എന്തുകൊണ്ടാ? ഈ വികാരരൂപത്തിലുള്ള അഹങ്കാരവുമായി നമ്മളെ ചേർത്തിട്ട് ഈ അഹങ്കാരമാണ് ഞാനെന്ന് ധരിച്ചിട്ട് ഞാൻ ഉണ്ണുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ വ്യവഹരിക്കുന്നു. അതാണ് ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. ഇവിടെ ഉണരുക എന്ന് വെച്ചാൽ എന്താർത്ഥം? ചിന്ത ചെയ്യാം. ഒന്നില് ഞാൻ എന്ന് കർത്തൃത്വം പൊന്തും, അല്ലെങ്കിലോ ഉറങ്ങിപ്പോവും. ഈ രണ്ടവസ്ഥയെ നമുക്ക് അറിയുള്ളൂ. ഇവിടെ ഗുരുസ്വാമി പറയണത് ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം എന്നുവെച്ചാൽ ഈ അഹങ്കാര രൂപത്തിൽ നിൽക്കുകയും അരുത്, നിദ്രാരൂപത്തിൽ അവിദ്യയിൽ ലയിച്ചു പോകുകയും അരുത്. ബോധപൂർവം ഇരിക്കണം, അറിവായി നിന്നിടേണം എന്നാണ്. കേവല അറിവേ സ്വരൂപമായി നിൽക്കണം. അതെനിക്ക് സാധിക്കില്ലെങ്കിലോ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. പ്രണവമുണർന്ന് എന്ന് വെച്ചാൽ ഈ ആത്മതത്വം ഉണർന്ന് അറിവേ സ്വരൂപമായി ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന സാധുക്കളുടെ, മഹാത്മാക്കളുടെ സേവ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരിൽ നിന്നും ഈ തത്വം ഉറയ്ക്കുന്നവരെ അവരുടെ ഈ സമ്പർക്കം പുലർത്തി ഈ തത്വം ഉറപ്പിച്ചെടുക്കുക എന്നാണ്. ബാക്കി എല്ലാ സാധനങ്ങളും, നമ്മളുടെ ജപം, തപം, അനുഷ്ഠാനം എല്ലാം തന്നെ ഈ തത്വം ഉറയ്ക്കാനാണ്. അപ്പൊ ഭക്തിയോ, ഇതാണ് ഭക്തി. ഭക്തിയുടെ ലക്ഷണമേ അതാണല്ലോ. ഭാഗവതധർമ്മം എന്താ ചോദിച്ചപ്പോ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയത്. അങ്ങനെ സമർപ്പണം ചെയ്തിട്ട് കണ്ണു മൂടിക്കൊണ്ട് ഓടിക്കോളൂ, ഒരിടത്തും സ്കലിക്കില്ല, പതിക്കില്ല എന്നാണ് ഭാഗവതധർമ്മം പറഞ്ഞത്. അത് എപ്പോ സാധിക്കും? ഞാൻ കർത്താവാണ്, ഭോക്താവാണെന്നില്ലെങ്കിൽ നമ്മളുടെ കർത്തൃത്വം, ഭോക്തൃത്വം ഒക്കെ നാരായണന്റെ ആയി. അതാണ് ഭാഗവതധർമ്മം. അവിടെയാണ് ഭക്തി. ഇവിടെ ഭക്തി ജ്ഞാനവും ഒക്കെ ഒന്നായി. അപ്പൊ ആ അനുഭൂതി മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആര് ഈ തത്വത്തിനെ അനുതിഷ്ഠന്തി മാനവാഹ ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠാനം ചെയ്യുന്നുവോ, ശ്രദ്ധാവന്ത ശ്രദ്ധയോടെ ചെയ്യുന്നു, അനസൂയന്ത അതിൽ അസൂയ, അസൂയ എന്ന് വെച്ചാൽ ഇവിടെ സംശയം, ദ്വേഷം, ഇതൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ള വിചാരം, നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള ശ്രദ്ധയില്ലായ്മ, ഇതൊന്നുമില്ലാതെ മുച്യന്തേതേപി കർമ്മഭി അവരൊക്കെ തന്നെ കർമ്മബന്ധത്തിൽ നിന്ന് വിമുക്തരാകും. അങ്ങനെ അല്ലാതെ ഏത്വേദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാൻസ്താൻ വിദ്ധി നഷ്ടാൻ അചേതസഃ. മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് അസൂയ മൂത്തിട്ടുള്ളവരാണ്. അവരെന്തു പറഞ്ഞാലും കേൾക്കില്ല. എല്ലാം പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ഇതൊക്കെ പറയാ, ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറയും. അതാണ് അസൂയ മൂത്തവരെന്ന് ഭഗവാൻ പറയണം. ഇതൊക്കെ പറയാം, ഭഗവാനേ പറഞ്ഞിട്ട് അവരെന്ത് പറയുന്ന വെച്ചാൽ ഇതൊക്കെ ഭഗവാൻ ഗീതയിലൊക്കെ പറയും, ഇതൊക്കെ നമുക്കൊക്കെ എവിടെ പറ്റാൻ പോണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. അവരാണ് ഏത്വേദഭ്യസൂയന്ത. അസൂയ ഉള്ള ആളുകള് അനുതിഷ്ഠന്തി മേ മതം, ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുകയാണെങ്കിൽ സർവജ്ഞാന വിമൂഢാന്, ജ്ഞാനത്തിന്റെ മുമ്പിൽ വാതിലടച്ചു കളയുന്നവരായ ആ മൂഢന്മാര്, അവരെ കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗിരിപ്രദക്ഷിണത്തിന് പോകുമ്പോ ഒരു സിദ്ധൻ പാട്ടുപാടിക്കൊണ്ടിരിക്കും. നല്ല രസമായി തോന്നി എനിക്ക്. അയാൾ ഉണ്ടാക്കിയ പാട്ടായിരിക്കും. അയാൾ പാടുന്നു, ഗിരിവല പാതയിനാൽ എനക്കോർ നലനുണ്ട്, ഗിരിവല എന്നാൽ നലൻ ഏതുമില്ല. ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന റോഡിന് എന്നെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല, പക്ഷെ ആ റോഡ് ഉള്ളത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് എന്നൊരു പാട്ട്. എന്നിട്ട് അതിന്റെ അടുത്ത ലൈൻ, നാമം ജപിച്ചുകൊണ്ട് പോയാൽ എനിക്ക് പ്രയോജനമുണ്ട്, ജപിക്കാതെ പോയതുകൊണ്ട് നാമത്തിന് എന്നെ കൊണ്ട് ഇപ്പൊ വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ്. ഞാൻ ജപിച്ചത് കൊണ്ട് നാമത്തിന് ഇപ്പൊ എന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല.
എന്ന് പറഞ്ഞൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഈ ജ്ഞാനത്തിനെ സ്വീകരിച്ചാൽ സ്വീകരിക്കുന്ന ആൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അപ്പൊ ഭഗവത്ഗീതയ്ക്കോ കൃഷ്ണനോ എന്ത് നഷ്ടം? ചില ആളുകളൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറയേ, സോറി കേട്ടോ, എന്താണ്, അല്ല ഗീതാ പ്രഭാഷണത്തിന് വരാൻ പറ്റിയില്ല, എന്തോ അവര് നമ്മളെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തോ ഉപകാരം ചെയ്യണ പോലെ എനിക്ക് വരാൻ പറ്റിയില്ല. അവര് വന്നാ എന്താ, വന്നിട്ടില്ലെങ്കിൽ എന്താ? വിദ്ധി നഷ്ടാനചേതസ. ഭഗവാൻ പറയണത് എനിക്കാണോ നഷ്ടം എന്നാ ചോദിക്കണം ഭഗവാൻ. എനിക്കെന്ത് നഷ്ടം? ആരെടുത്ത് അനുഷ്ഠാനം ചെയ്യുന്നു അവർക്ക് പ്രയോജനം, ആരത് തള്ളിക്കളയുന്നു വിദ്ധി നഷ്ടാൻ, അവർക്ക് നഷ്ടപ്പെട്ടു. അസൂയ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഇതിനെ പുറം തിരിഞ്ഞാൽ അവര് നഷ്ടപ്പെട്ടവർ എന്ന് അറിഞ്ഞോളൂ. എന്തുകൊണ്ട് അങ്ങനെ ചിലരൊക്കെ നഷ്ടപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ അവരുടെ പ്രകൃതി. അതിലും ഭഗവാൻ ദ്വേഷം പറയണില്ല. അവരങ്ങനെ ചെയ്യണമല്ലോ, അവര് മടയന്മാർ, അവരുടെ പ്രകൃതി രൂപത്തിലും പരമേശ്വര ശക്തി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത 3 ശ്ലോകം നാളെ പൂർത്തി ചെയ്യാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.